നമസ്കാരം. ദാഹശമനികൾ. മല്ലി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ മല്ലിയിൽ ധാരാളമായിട്ടുണ്ട്. കഫം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഛർദി, ശ്വാസകോശ രോഗങ്ങൾ, കൃമിശല്യം എന്നിവയ്ക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ചുക്കുവെള്ളം മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ദാഹശമനിയാണ് ചുക്കുവെള്ളം. മഴക്കാലത്തുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്ക് ചുക്കുവെള്ളം വളരെ നല്ലതാണ്. രുചിയില്ലായ്മയ്ക്കും വിശപ്പില്ലായ്മയ്ക്കും ചുക്കുവെള്ളം കുടിച്ചാൽ മതി. നീര്, വിളർച്ച, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും ചുക്കുവെള്ളം നല്ല ഗുണം ചെയ്യും. തുളസി കഫക്കെട്ട്, ചുമ, കഫം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് തുളസി. എക്കിട്ടം, ശ്വാസകോശ പ്രശ്നങ്ങൾ, ശരീരവേദന എന്നിവയ്ക്ക് വളരെ നല്ലതാണ് തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്. കൂടാതെ ശരീരത്തിലെ വിയർപ്പ് നാറ്റം മാറ്റാനും തുളസി വെള്ളം കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. രാമച്ചം നമ്മളധികം ദാഹശമനിയായി ഉപയോഗിക്കാത്ത ഒന്നാണ് രാമച്ചം. എന്നാൽ രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് അമിതമായി ചൂടുള്ള സമയത്ത് ചൂട് കുറയ്ക്കാനും തണുപ്പ് നിലനിർത്താനും നല്ലതാണ്. ദാഹം, ഛർദി, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.